Ladies and gentlemen, today we are going to react Pukkulkodi Shazam. സുഖമല്ലേ? ഞാൻ ആരാട്ടാ? പക്കാ മാസ് പടം എന്ന് മാത്രം മനസ്സിൽ വെച്ച് പടം കാണുക. ഹോൾമി ഷസാമിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഒരു മഹാ വ്യക്തിയാണ് ഈ പറയുന്ന ഷസാം. അപ്പോൾ എന്തായാലും ഷസാമിനെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷസാമിന്റെ ഫാൻസ് ഒക്കെ വന്നിരുന്ന ഭയങ്കര ചീത്തോളി ബഹളമൊക്കെ. എന്തായാലും അളിയന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പം കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഷസാം പുഷ്പ 2 എന്ന് പറയുന്ന ഒരു മൂവി ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ഒരു അഭിപ്രായം, ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഇതിൽ നിന്ന് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവന്റെയൊക്കെ നിലപാട് എത്രത്തോളം ഉണ്ട് എന്ന്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുള്ളിയെ പറ്റിയിട്ട്. അതായത് ബാഡ് ബോയ്സിന്റെ റിവ്യൂ ഇറങ്ങിയ സമയത്ത് ഇവരാരും റിവ്യൂ ചെയ്തിട്ടില്ലായിരുന്നു. കുറെ നാൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെല്ലാവരും റിവ്യൂ ഇട്ടത്. റിവ്യൂ ഇടാൻ നേരത്ത് ഈ പുള്ളി എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഉണ്ണിയുടെ അശ്വന്ത് കോക്കിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഓരോരുത്തന്മാർ വീഡിയോ ഒക്കെ ചെയ്തു. ഞാൻ ദുബായിലായതുകൊണ്ട് ഇന്നാണ് പടം റിലീസ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറച്ച് ഡയലോഗ് ഒക്കെ അടിച്ചു. അതിനുശേഷം ഒമർലുലു വന്നിട്ട് ഈ പറയുന്ന വ്യക്തി അങ്ങ് വലിച്ചു കീറി. ഒമർലുലു വായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ഈ പുള്ളിക്കാരൻ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പുഷ്പയുടെ ആ ഒരു റിവ്യൂ കണ്ടുപോകാം. പക്കാ മാസ് പടം എന്ന് മാത്രം മനസ്സിൽ വെച്ച് ലോജിക്കും ഓപ്പും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി പടം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ സിനിമയിൽ ലോജിക്ക് നോക്കാൻ പറ്റുന്ന കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്നു. അതെന്തിനാ പിന്നെ ഐറ്റം സോങ് എന്തിനാണ് ഈ പടം? ഈ ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് പടം. ആ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണം എന്നുള്ള രീതിയിൽ പോയി ഇരുന്ന് കാണുക, എൻജോയ് ചെയ്യും. പടത്തിന്റെ ഇനിഷ്യൽ ഇതിന്റെ ഇനിഷ്യൽ നിങ്ങൾ കണ്ണുകളും ഉറപ്പാണ്. നാഷണൽ അവാർഡ് വിന്നർ അല്ലു അർജുനാണ്. അടുത്തൊരു നാഷണൽ അവാർഡിന് കിട്ടിയാലും ആരും അത്ഭുതപ്പെടേണ്ട. ഞാൻ സ്ഥിരം ഡയലോഗാണ് എനിക്കറിയാം. എന്നാലും അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ പുള്ളി അങ്ങ് വിറക്കുകയൊക്കെ ചെയ്യണം. അഭിനയിച്ച് വിറക്കുകയാണ്. ശരി, നിങ്ങൾ വിചാരിക്കണ പോലല്ലോ. ആ ഒരാഴ്ച മതി ഈ പടം കേറി വേറെ. കേട്ടല്ലോ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവർക്കൊക്കെ എന്തുമാത്രം നിലപാടുണ്ട് എന്ന്. ഏതായാലും സത്യം പറയാമല്ലോ, ഇവരുടെയൊക്കെ റിവ്യൂസ് കണ്ടിട്ട് വീഡിയോ കാണുന്നവന്മാരെ സമ്മതിച്ചു കൊടുക്കണം. എന്നാലും ഈ ഷസാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോസ് എല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക് വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ കാണാറുള്ളത്. അല്ലാതെ ഈ പുള്ളിക്കാരന്റെ വേറെ കൊണയടിയോ കാര്യങ്ങളോ ഞാൻ കാണാറില്ല. ഞാൻ മൂവി റിവ്യൂസ് ഞാൻ വലുതായിട്ട് കാണാറില്ല. നമുക്ക് എല്ലാവർക്കും ഓരോ മൂവീസിന് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് കാഴ്ചപ്പാടുകളാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മൾ നേരിട്ട് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുക. അല്ലാതെ ബാക്കിയുള്ളവർ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി കയറി പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെയൊക്കെ ഒരു മെയിൻ എക്സാമ്പിളാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയുന്നതല്ല ഇവന്മാരൊന്നും പിന്നെ പറയണത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷസാമിന് ഈ അടുത്ത് നല്ല സമയമാണെന്നാണ് തോന്നുന്നത്. വെറുതെ ഇരുന്ന് ഒരുത്തനെ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്ത് അവൻ വന്ന് തന്തയ്ക്ക് വിളിച്ചിട്ട് പോലും ഈ പുള്ളിക്കാരൻ കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ഒമർ ലുലുവിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ. എന്തായാലും മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ പുള്ളിക്കാരന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ജസ്റ്റ് ഒരു റീൽ. ആ റീൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്നാ പണ്ടാ മൈരേ, സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചാ? ചായ കുടിച്ചാ? എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത്? സാറിലെല്ലാം ശരിയാവും, നമ്മളൊക്കെയല്ലേ? ഓക്കെ. ഇതായിരുന്നു ആ ഒരു റീല്. അപ്പം ഈ ഒരു സാധനം അളിയനെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിയാക്ട് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നാ പണ്ടാ മൈരേ, സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചാ? ഭക്ഷണമൊക്കെ കഴിച്ചു. ചായ കുടിച്ചാ? ഭക്ഷണം കഴിച്ച ഉടനെ ചായ കുടിക്കണം. അവിടെ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത്? സാറിലെല്ലാം ശരിയാവും, നമ്മളൊക്കെയല്ലേ? നമ്മളുണ്ടല്ലോ. എന്തോ നമ്മൾ നീ ആടോ? അപ്പൊ ഇതായിരുന്നു ആ ഒരു സംഭവം. ചുമ്മാ ഇരുന്നൊരുത്തനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാ. ഇനി ആളിയൻ തിരിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഏകദേശം 2 മില്യൺ പുറത്തങ്ങാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അതും കൂടി ഞാൻ ഒന്ന് കാണിക്കാം. Ladies and gentlemen, today we are going to react Pukkulkodi Shazam. എന്നാ പണ്ടാ മൈരേ, സുഖമല്ലേ? ഞാൻ ആരാട്ടാ? People call me motivation മൂക്കുത്തി. അല്ല, ഈ ചോദിക്കുന്നത് നീ ആരാന്ന് ഞാൻ ചോദിച്ചാൽ എടാ നാണം ഉണ്ടോടാ? നാണം. പെണ്ണിന്റെ പൊക്കിള് കണ്ടാ നോക്കിയെങ്കിൽ ഇരുന്നാണോ? ഷസാം അണ്ണൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവൻ അക്ഷരസ്ഫുടത തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. പലതരം കൊതിയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയ്ക്കും വലിയ കൊതി.
സാറിലെല്ലാം ശരിയാവും സമ്മതിക്കില്ലേ? നമ്മളുണ്ടെന്ന് എന്തോ നമ്മൾ നീ ഞാൻ നിന്റെ തൊന്തയാണോ തൊന്ത? നീ ആരാടാന്ന് ചോദിച്ചാൽ 1.6 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള നീ എവിടെയോ കിടക്കുന്ന ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത എന്റെ അക്കൗണ്ടിൽ വന്ന് എന്റെ റീല് സേവ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ആക്കി നിന്റെ സ്റ്റോറിയിൽ നീ എന്നെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ ഉള്ളൂ. ആൻഡ് വൺ മോർ തിങ് ബ്രോ, യെസ് ഐ അഗ്രി, യു ഹാവ് മെനി ഫക്കിംഗ് ഫോളോവേഴ്സ് ഇൻ യുവർ ഇൻസ്റ്റഗ്രാം പേജ്, ബട്ട് യു ഡോണ്ട് ഹാവ് ഇനഫ് ഫാൻസ്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് സോ മെനി ഫക്കിംഗ് ഫോളോവേഴ്സ്, ബട്ട് ഐ ഹാവ് മെനി ഫാൻസ് ബിക്കോസ് ഐ എം മോട്ടിവേഷൻ മൂക്കുത്തി. നേരത്തെ പോയി കളിടാ നേരെ. കൊള്ളാം ബ്രോ, സൂപ്പർ. അടിച്ചങ്ങ് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും അളിയൻ ഈ ഒരു വിഷയങ്ങളിൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. സാധാരണ ഷസാം എന്ന് പറയുന്ന ഒരു വ്യക്തി പല കാര്യങ്ങളിലും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാണാം, പല കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന കാണാം. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പുള്ളിയുടെ കമന്റ് ബോക്സിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കമന്റ് ആയിരുന്നു, ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് കാരണമായിരിക്കും ദുബായിലോട്ട് താമസം മാറിയെന്നും അതിന്റെ പേരിലായിരിക്കും അവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആ കമന്റ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും കാണുന്നില്ല, അതൊക്കെ എനിക്ക് ഒന്ന് പ്രൈവറ്റ് ആക്കിയാണ്. ആ വ്യക്തി ഈ തന്തയ്ക്ക് വിളിച്ചിട്ട് പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഒമർ ലുലു വന്ന് പറയാനുള്ളത് എല്ലാം പറഞ്ഞു. അതായത് നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒരു പടം അഭിനയിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നീ ഏതെങ്കിലും നല്ലൊരു റീലെങ്കിലും ഇട്ട് കാണിക്കാനൊക്കെ ഉള്ള രീതിയിൽ ഒമർ ലുലു വന്ന് പറഞ്ഞിട്ട് പോലും അളിയനൊന്നും വേണ്ടിയിട്ടില്ല. അപ്പം ഇത്രയൊക്കെയാണ് അളിയന്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഷസാമിനെ സംബന്ധിച്ച് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ ഒരു സാധനം ഞാൻ സത്യം പറഞ്ഞ എടുത്ത് റിയാക്ട് ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ അങ്ങ് ഇഷ്ടപ്പെട്ട്. കാര്യം അളിയൻ ബാക്കിയുള്ളവരെ എല്ലാവരെയും വന്നിരുന്നിട്ട് കൊണയടിക്കും, അളിയൻ തിരിച്ച് ഒരു അക്ഷരവും മിണ്ടാതിരിക്കും. അതെന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. ആ കളി എന്തായാലും ഇഷ്ടപ്പെട്ട്. പിന്നെ ഇവന്മാരൊക്കെ വീഡിയോ ഓൺ ആക്കുമ്പോൾ കാണിക്കുന്ന കൊണയടിയുള്ളൂ കേട്ടോ. റിയൽ ലൈഫിൽ വെറും ഒന്നാളാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതൊക്കെ. അല്ലെങ്കിൽ സ്വന്തം തന്തയ്ക്ക് വിളിച്ചിട്ട് പോലും ഒരുത്തന്മാരൊന്നും ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ വന്നിട്ട് ആരും റോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ട് റോസ്റ്റ് ചെയ്യാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അളിയനെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു മനുഷ്യർക്കും അതൊന്നും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ്ട. ഭയങ്കര കോമഡിയാണ്. മേ ബി ഇനിയിപ്പം അണ്ണന്റെ കൂട്ടുകാരൊക്കെ ആയതിന്റെ പേരിലായിരിക്കാം മേ ബി. എനിവേ ഇതൊക്കെയാണ് അളിയന്റെ കോമഡികൾ. അപ്പൊ അതുകൊണ്ട് റിവ്യൂസിന്റെ കാര്യത്തിനകത്തോട്ട് ഞാൻ വരാം. പുഷ്പ 2 എന്ന് പറയുന്ന ഒരു പടം പ്രതീക്ഷ പോലെ അത്ര വലിയ ഹിറ്റായിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ റിവ്യൂസ് കണ്ടിട്ട് പോയി മൂവി കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കഴിവതങ്ങ് മാറ്റാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ഷസാമിനെ പോലെയുള്ള ആൾക്കാർ, ഷസാമിനെയൊക്കെ സംബന്ധിച്ച് ആ ടെക് വീഡിയോസൊക്കെ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും വൃത്തി. കാര്യം പുള്ളിയുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പം പറയുന്നതല്ല, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ആക്കി കണ്ടന്റ് ആക്കി കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്ക് ഷസാമിനോട് പേഴ്സണൽ വിരോധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, അതെപ്പോഴും ഞാൻ പറയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.